സംസ്ഥാനത്ത് സഹകരണ കൊള്ളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാദങ്ങൾ ശരിവെച്ച് കണക്കുകൾ. ഇടത് ഭരണകാലത്ത് സഹകരണ സംഘങ്ങളിൽ നടന്നത് 1582 കോടി രൂപയുടെ ക്രമക്കേട്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകളാണ് പുറത്തുവരുന്നത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രാജീവ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. രാജീവ്, കഴിഞ്ഞ 10 വർഷം ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വലിയ കൊള്ള നടന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേന്ദ്രം ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ ഇതിനകം തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ പുതിയതായി പുറത്തുവരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഗൗതം, കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോടികളുടെ ക്രമക്കേടുകൾ നടക്കുന്നു, കോടികളുടെ കൊള്ള നടക്കുന്നു എന്നായിരുന്നു പ്രധാനമായും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന വാദം. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനത്തെത്തിയപ്പോൾ പലതവണ ഇത് ആവർത്തിച്ചതുമാണ്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു, കള്ളപ്പണം ഒഴുകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, പല സഹകരണ സംഘങ്ങളിലും നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകരുടെ കണക്കുകൾ പോലുമില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങൾ പോലും പാലിക്കാതെയാണ് സംസ്ഥാനത്തെ പല സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കുന്നത് എന്നതും നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിസർവ് ബാങ്ക് സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കള്ളപ്പണം ഒഴുകുന്നു, വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാദം ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് സംസ്ഥാനത്ത് പുറത്തുവരുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ 1582 കോടിയുടെ സാമ്പത്തിക ക്രമക്കേടുകളാണ് സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകളാണിത്. അതായത് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കണക്കുകളാണിത്. 1582 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു എന്നത്. അതിൽ തന്നെ കരുവന്നൂർ സർവീസ് സഹകരണം ഉണ്ട്, അതുപോലെ തന്നെ കണ്ടല സർവീസ് സഹകരണ ബാങ്കുണ്ട്. ഈ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറെയും CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളാണ്. സഹകരണ സംഘങ്ങളും ക്രമക്കേടുകളിൽ ഒട്ടും പിന്നിലല്ല. അതായത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സഹകരണ സംഘ രജിസ്ട്രാർ നടത്തിയ ഓഡിറ്റിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു കണക്കുകൾ പുറത്തു വരുന്നതെങ്കിൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിലവിൽ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 162 കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. എന്നാൽ ED നടത്തിയ അന്വേഷണത്തിൽ അവിടെ കണ്ടെത്തിയിരിക്കുന്നത് 300 കോടി രൂപയ്ക്ക് മുകളിൽ ക്രമക്കേട് നടന്നുവെന്നാണ്. അതേപോലെ തന്നെയാണ് കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ നിലവിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് 100 കോടി രൂപയ്ക്കടുത്ത തട്ടിപ്പ് നടന്നുവെന്നാണ്, ക്രമക്കേട് നടന്നുവെന്നാണ്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 200 കോടി രൂപയ്ക്ക് മുകളിൽ ക്രമക്കേട് നടന്നുവെന്നാണ്. അതായത് ഈ സഹകരണ വകുപ്പ് നൽകുന്ന കണക്കിനുമൊക്കെ അപ്പുറത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വരുമ്പോൾ അതിന് ഇരട്ടിയിലേക്ക് ഇത് എത്താനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. 1662 കോടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 2000 കോടിക്കും മുകളിലേക്ക് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ എത്താനുള്ള സാധ്യതയാണ്. ഓക്കെ രാജീവ്, എന്തായാലും സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നടന്നിട്ടുള്ള വലിയ ക്രമക്കേടുകളുടെ കണക്കുകൾ പുറത്തുവരികയാണ്. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹം സഹകരണ സംഘങ്ങളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹം വരുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും കേരളത്തിൽ വ്യാപകമായി കൊള്ള നടക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ അതിനെ ശരിവെക്കുന്നതാണ്. രാജീവാണ് വിവരങ്ങളുമായി ചേർന്ന്. ഇനിയും